മഴത്തോരു മുൻപിൽ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രമേശൻ നായർ വന്നിരുന്നിട്ട് പറയാണ്, എനിക്കിഷ്ടം പോലെ തെങ്ങും തോപ്പും ഒത്തിരി വസ്തുവകകളും ഒക്കെ ഉണ്ട്. എനിക്ക് വയസ്സ് 75. അപ്പം ദേശീയമ്മ ചോദിക്കുകയാണ്, ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? അല്ല, ഞാനിതൊക്കെ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയല്ലേ എല്ലാവരും തട്ടിപ്പ് നടത്തുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ വീണ്ടും കഴക്കൂട്ടത്ത് പോയായിരുന്നു. ഇവിടെയുള്ള രേവതിക്കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞേ ഉള്ളതിന് നിങ്ങളെന്തിനാ കള്ളം പറഞ്ഞത്? 36 വയസ്സെന്ന് പറഞ്ഞത് എന്തിനാ എന്ന് രമേശൻ നായർ ചോദിക്കുകയാണ്. അപ്പം ഗ്രേസിയമ്മ ഞെട്ടിയിട്ട് പറയുകയാണ്, ഈ വീട്ടിലുള്ള പെൺകുട്ടിക്ക് ചിലപ്പോൾ കറക്റ്റ് വയസ്സ് പറയണത് എന്താ നിർബന്ധം? ഇപ്പോൾ അവളുടെ വയസ്സ് 48, അതിനെന്താ എന്നും പറയാൻ ഗ്രേസിയമ്മ ചൂടാവുന്നുണ്ട്. അപ്പോൾ രമേശൻ നായർ ചോദിക്കുകയാണ്, എന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞാനെന്ത് ചെയ്ത്? ഇപ്പോൾ രേവതിക്കുട്ടിയെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ഒന്ന് കാണണം, ഒരാഗ്രഹം, അത്രേ ഉള്ളൂ എന്ന് രമേശൻ നായർ പറയാണ്. അപ്പോൾ ഉടനെ ഗ്രേസിയമ്മ പറഞ്ഞാണ്, എൻ്റെ ഹസ്ബൻഡിൽ ചോദിക്കട്ടെ, ചോദിച്ചു വരാമെന്നും പറഞ്ഞ് ഗ്രേസിയമ്മ അങ്ങ് മുറിയിലേക്ക് പോവാണ്. അവിടെ ആണെങ്കിൽ മാമച്ചാനാണെങ്കിൽ കാല എണ്ണയിട്ടിരിക്കുകയാണ്. അയാൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഗ്രേസിയമ്മ ചെല്ലുന്നത്. ആര്? ആ രേവതിക്കുട്ടി അന്ന് അന്വേഷിച്ച് വന്ന ആൾ. അയാൾ വീണ്ടും വന്നോ? ഇവിടെ രേവതിക്കുട്ടി ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അയാൾക്കറിയാം ഇവിടെ രേവതിക്കുട്ടി ഉണ്ടെന്ന്. അയാൾ കഴക്കൂട്ടത്ത് പോയി കൃത്യമായ തെളിവ് കൂടിയൊക്കെയാണ് വന്നേക്കുന്നത്. മാത്രമല്ല, അയാൾ ഇന്നലെ ഇവിടെ വന്ന് താമസിച്ചിട്ടാണ് രാവിലെ വന്നേക്കുന്നത്. അയാൾ കാണുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ മാമച്ചൻ പറയാണ്, നമ്മളിവിടെ രേവതിക്കുട്ടി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഗ്രേസി പറയാണ്, ഉണ്ടെന്ന് പറഞ്ഞാലെന്താ? അയാളെന്താ അവളെ അങ്ങ് പിടിച്ചോണ്ട് പോവുമോ? അപ്പം മാമച്ചൻ ചോദിക്കുകയാണ്, ഇത്രയും നാൾ ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം ഇവരെവിടെ നിന്നാണ് വന്നേ? ആ കുട്ടി ഇത്രയും നാൾ അനാഥയായിട്ട് അനാഥാലയത്തിൽ കഴിഞ്ഞില്ലേ എന്ന് മാമച്ചൻ പറയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, നമ്മൾ മകളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വന്നു, എന്തൊരു കഷ്ടമാണ്. അയാൾ എന്തിനാ ഇപ്പം തിരക്കി വന്നതെന്ന് ഗ്രേസിയമ്മ ഇങ്ങനെ പറയുകയാണ്. അത് എന്തെങ്കിലും തട്ടിപ്പനായിരിക്കും. അയാൾ രേവതിക്കുട്ടിയുടെ ആരാന്ന് വല്ലതും പറഞ്ഞോ എന്ന് മാമച്ചൻ ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, ഞാൻ ചോദിച്ചതുമില്ല, അയാൾ പറഞ്ഞതുമില്ല. മാമച്ചൻ പറയാണ്, ഒരാ തട്ടിപ്പിനോ പൈസ പറ്റിക്കാനോ എങ്ങാനും വന്നതായിരിക്കും എന്ന് മാമച്ചൻ പറയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, ഏയ്, അയാൾ പറഞ്ഞത് അയാൾക്ക് കാറും വണ്ടിയും വസ്തുവകളൊക്കെ ഉണ്ടെന്നാണ്, അതുകൊണ്ടായിരിക്കത്തില്ല. അപ്പോൾ മാമച്ചൻ ചോദിക്കണം, ഞാൻ ചെല്ലണോ? ചെന്നിട്ട് ദയവ് ചെയ്ത് രേവതിക്കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയാൻ ഗ്രേസിയമ്മ മാമച്ചായനെ ഏർപ്പാടാക്കി പറഞ്ഞു വിടുകയാണ് അങ്ങോട്ട്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. രേവതിക്കുട്ടിയെ ഒന്ന് കാണണം എന്ന് രമേശൻ നായർ പറയുമ്പം മാമച്ചൻ പറയാണ്, കാണാൻ പറ്റത്തില്ല. അല്ല, ഒന്ന് കാണണം എന്ന് വീണ്ടും രമേശൻ നായർ പറയാണ്. കാണാൻ പറ്റത്തില്ല, നിങ്ങളെന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യാനാ? ഇത്രയും ദൂരം തന്നെ കഷ്ടപ്പെട്ടാണ് വന്നത്, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് രമേശൻ നായർ പറയാണ്. ഗ്രേസിയമ്മ ചായയൊക്കെ ആയിട്ട് വരികയാണ്. നിങ്ങളുടെ ആരാന്നാ പറഞ്ഞ് എന്ന് മാമച്ചാൻ ചോദിക്കുകയാണ്. അത് എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത ആൾ മോളായിരുന്നു. അവൾ ജർമ്മനിയിൽ നേഴ്സായിരുന്നു. അവൾ ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയി. രണ്ടാമത്തെ ആൾ മോനാണ്. അയാൾ പട്ടാളത്തിലായിരുന്നു. അയാളാണെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചുപോയി. പിന്നുള്ളത് മൂന്നാമത്തെ ആൾ. അവനാണെങ്കിൽ 10-20 വർഷത്തിന് മുമ്പ് ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി. നമുക്ക് ആ ബന്ധം അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം അമ്മ അത്ര ശരിയല്ലായിരുന്നു, അച്ഛനും ഇല്ലായിരുന്നു. അവരാണെങ്കിൽ ഓരോ ഗസ്റ്റ് ഹൗസിലൊക്കെ തൂപ്പ് ജോലിക്കൊക്കെ പോകുന്നവരായിരുന്നു. അമ്മച്ചൻ ചോദിക്കുകയാണ്, ജാതി മതവും നോക്കിയല്ലല്ലോ സ്നേഹിക്കുന്നത്, നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന ബന്ധമല്ലായിരുന്നു എന്ന് രമേശൻ നായർ വീണ്ടും പറയാണ്. മകളെയാണ് അവൻ പ്രേമിച്ചത്. അങ്ങനെ ഒരു ദിവസം ആ പെണ്ണിനായിട്ട് വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ പറഞ്ഞ് അംഗീകരിക്കത്തില്ല, പൊക്കോണം പറഞ്ഞ് വീട്ടിൽ നിന്ന് പൊക്കോണമെന്ന് പറഞ്ഞു അവൻ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി. ഗ്രേസിയമ്മ ചോദിക്കുകയാണ്, ഇതിൽ രേവതിക്കുട്ടിയായിട്ട് എന്താണ് ബന്ധം? അപ്പം രമേശൻ നായർ പറയാണ്, കഥ അത്ര തീർന്നില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ. അവൻ അവളെയും കൊണ്ടുപോയി ഒരു അമ്പലത്തിൽ വെച്ച് മാലയിട്ട് താലി ചാർത്തുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ താമസമായി. അവരുടെ വീട്ടിൽ കുറേ നാൾ താമസിച്ച് കഴിഞ്ഞപ്പം ആ പെണ്ണിൻ്റെ അമ്മ പറഞ്ഞ്, ഇങ്ങനെ ജോലിയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന്. ചുരുക്കം പറഞ്ഞാൽ അവൻ ജോലിയും കൂലിയും ഇല്ലാതെ അവിടെ നിൽക്കാൻ അവർ സമ്മതിക്കത്തില്ല, ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവൻ ജോലിക്ക് പോകാൻ വല്ല അറിയാമോ? ഇവൻ വീട്ടിൽ സൂചിച്ച് ഒരു ജോലിക്കും പോകാതെ സൂചിച്ച് കഴിഞ്ഞില്ലേ. കാരണം 2 തലമുറയ്ക്ക് ചെയ്യേണ്ടത് കഴിക്കാൻ വേണ്ടിയുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവൻ ആ സുഖത്തിൽ ഇങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് അവൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ പോയിട്ടുമില്ല. ബന്ധം തുടങ്ങിയ സമയത്ത് അവന് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരാരെയും കാണാനില്ല. അവസാനം ആ ബന്ധം വേർപിരിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, അതെന്തായാലും നന്നായി, ഒത്തുപോകാൻ പറ്റാത്ത ബന്ധം വേർപിരിയുന്നത് തന്നെയാണ് നല്ലത്.
എൻ്റെ ഗ്രേസിയമ്മ ചോദിക്കുകയാണ്, ഇതിൽ രേവതിക്കുട്ടിയുടെ കാര്യം എന്താണ് എന്ന് ചോദിക്കണം, എന്താണ് ബന്ധം എന്ന് ഗ്രേസിയമ്മ ചോദിക്കുകയാണ്. അപ്പം രമേശൻ നായർ പറയണം, അതിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അവൻ വീട്ടിൽ തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനൊരു വിവാഹമൊക്കെ നടത്തി. അപ്പം മാമച്ചൻ ചോദിക്കുകയാണ്, അന്തസ്സിന് അനുസരിച്ചൊരു പെണ്ണിനെ തന്നെ കിട്ടിയോ? ആ, പുറമെ കുടുംബമൊക്കെ അല്ലേ നോക്കാൻ പറ്റൂ, അല്ലാതെ ചൂഴ്ന്നിറങ്ങി നോക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങ് അടിച്ചു പൊളി തുടങ്ങി. പുറത്തുനിന്ന് ആഹാരവും, വീട്ടിലൊരു ജോലി ചെയ്യത്തില്ല, കറക്കവും. അങ്ങനെ എൻ്റെ ഭാര്യയായിട്ട് എന്നും വഴക്കാണ്. അവളൊരു 6 വർഷത്തിന് മുമ്പ് അവൾ മരിച്ചുപോയി. അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ മകൻ കേൾക്കത്തില്ലായിരുന്നോ? ഏയ്, അവൻ ആര് പറഞ്ഞാൽ കേൾക്കാനാ? അപ്പം ഗ്രേസി പറയണം, മക്കളെ അടിച്ചു വളർത്തണമെന്ന് പറയുന്നതാ, പൈസയുടെ വില മനസ്സിലാക്കി തന്നെ മക്കളെ വളർത്തണം. കഴിഞ്ഞ വർഷം അവനൊരു വയറുവേദന വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കുടലിൽ ക്യാൻസറാണെന്ന് അറിയാൻ കഴിഞ്ഞത്. സത്യം പറയട്ടെ, അവനിപ്പം മരിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പം കുറച്ച് ദിവസത്തിന് മുമ്പ് അവനൊരു ആഗ്രഹം പറഞ്ഞ്, ഞാൻ ആദ്യം സ്നേഹിച്ച ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയിൽ അവനൊരു മോളുണ്ട്, ആ മോളെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ അതിനെ അന്വേഷിച്ച് എല്ലാ അനാഥാലയത്തിലും കയറിയിറങ്ങി. ആ പെണ്ണിൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതിന് സുഖമില്ലാതെ ആരും നോക്കാനും കാണാതെ കിടക്കുകയാണ്. അവരോട് ചോദിച്ചപ്പോഴാണ് മകൾ അങ്ങാണ്ട് ആത്മഹത്യ ചെയ്തായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏതോ അനാഥാലയത്തിലാക്കിയിരുന്നെന്ന്. അങ്ങനെയാണ് അനാഥാലയങ്ങൾ മൊത്തവും കയറി ഇറങ്ങിയത് ഞാൻ. അപ്പോഴാണ് കഴക്കൂട്ടത്തെത്തിയപ്പോൾ നികേതൻ എന്ന അനാഥാലയത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അതിപ്പോൾ ഇല്ലെന്നും അറിയാം. മാമച്ചൻ ചോദിക്കുകയാണ്, അന്ന് ആ പെൺകുട്ടി പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ്. അന്ന് അവർ തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ആൻറ്റി എന്ന് പറഞ്ഞ്. അങ്ങനെ ഗ്രേസി അമ്മ എണീച്ച് അങ്ങ് പോവുകയാണ്. എണീച്ച് ചെന്നപ്പോഴത്തേക്ക് എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല, കുറേ നേരം കൊണ്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് കോളേജിൽ പോകണം, ദാ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ചൂടോടെ തന്നെ കഴിക്കണം എന്ന് പറയാണ്. അപ്പോൾ മാമച്ചായന് വരുന്നുണ്ട്. മാമച്ചാൻ ചോദിക്കുകയാണ്, നീ എങ്ങോട്ട് പോവുക? ഞാൻ മുകളിലോട്ട് പോവുക എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഓടി അങ്ങ് പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് രമേശൻ നായർ രേവതിക്കുട്ടിയെ കാണുന്നുണ്ട്. അപ്പം കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പതുക്കെ ചിരിച്ച് പതുക്കെ അങ്ങ് കയറിപ്പോവുകയാണ്. രമേശൻ നായരാണെങ്കിൽ മാമച്ചാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അതാണോ രേവതിക്കുട്ടി? ആ, അത് തന്നെ. എന്താ ചെന്ന് പറയേണ്ടത്? അവളെ കണ്ടെന്ന് പറയട്ടെ, നിങ്ങൾ അവളെ കൊണ്ടുവരുമെന്ന് പറയട്ടെ എന്നൊക്കെ രമേശൻ നായർ ചോദിക്കുകയാണ്. അപ്പം മാമച്ചൻ പറയാണ്, നിങ്ങളെന്തായാലും അഡ്രസ്സ് ഫോൺ നമ്പരൊക്കെ തന്നിട്ട് പോകും, ഞങ്ങളാണെങ്കിൽ അവളെ അവിടെ കൊണ്ടുവന്ന് കാണിക്കാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് സത്യസന്ധമാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറയാണ്. അപ്പോൾ രമേശൻ നായർ പറയാണ്, അത് മതി. അപ്പം ഗ്രേസിയമ്മ എടുത്ത് പറയാണ്, എനിക്കറിയാം നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നൊന്ന് വിചാരിച്ചിട്ടാണെന്ന്. എനിക്കവളെ കൊണ്ടുപോകാനോ അവളെ നിങ്ങളിൽ നിന്ന് അകറ്റാനോ ഒരു താല്പര്യമില്ല. അവളെ മോളെ പോലാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു നോക്കൊന്ന് എൻ്റെ മോനെ കാണിച്ചു കൊടുത്താൽ മതിയെന്ന് രമേശൻ നായർ സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ രമേശൻ നായർ അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് ചേർത്തി, ബബിതയും രോഹിതിനെയും എല്ലാവരെയും വിളിച്ച് ഗംഗാധരനും ശിവനും കൂടെ വിളിച്ച് നിർത്തി സംസാരിക്കുകയാണ്. നിങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് പറയുകയാണ് ഗംഗാധരൻ. അന്നേരം പറയാണ്, ഞങ്ങളെന്തിനാ പോകുന്നത്? അച്ഛൻ അവിടെ ഒരു മോളുണ്ടല്ലോ, അലീന, അവളെ മാത്രം മതി അച്ഛന്, പിന്നെ ഞങ്ങളെന്തിനാ പോണേ എന്ന് ചോദിക്കുകയാണ്. ഗംഗാധരൻ പറയാണ്, അവൾ നിങ്ങളാരും ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ, അവൾ അവളുടെ കാര്യം നോക്കിയില്ലേ, പിന്നെന്തിനാ നിങ്ങൾക്ക് അലീനയോട് ഇത്ര വെറുപ്പ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ശിവൻ പറയാണ്, നിങ്ങൾ തിരിച്ചു പോയേ പറ്റത്തുള്ളൂ, അതാണ് നിങ്ങളെ വീട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. ശിവൻ പറയുന്നത് കേട്ട് ബബിത ഞെട്ടുകയാണ്. അങ്കിളല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, ഇപ്പോൾ പോവാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് ബബിത ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെ, അന്ന് നമുക്ക് കടപ്പാട്ടുകാരുമായിട്ട് വഴക്കും ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ തീർന്ന്, ഇനി നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ പോയേ പറ്റത്തുള്ളൂ എന്ന് ശിവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് എല്ലാത്തിനെയും. രോഗത്തിനും ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, കാരണം ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ജീവ വന്നിട്ട് പറയാണ്, രോഹി, ബബിതേ, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോവുക, അതാ നിങ്ങളുടെ വീട്, ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ തന്നെ തിരിച്ചു പോകും എന്ന് രാജീവ് അവരോടായി പറയുകയാണ്. ബബിത പറയാണ്, ഇത്രയും നാൾ കൊല്ലപ്പള്ളിക്കാരും കടപ്പാട്ടക്കാരും തമ്മിൽ ശത്രുതായിരുന്നു, ഇപ്പം ശത്രുതയെല്ലാം മാറി, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം. എന്താ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങോട്ട് വരാനും പറയുമ്പോൾ അങ്ങോട്ട് പോകാനും ഞങ്ങളെന്തുവാ എന്നും പറഞ്ഞ് ബബിതയാണെങ്കിൽ അങ്ങ് ചൂടാവുകയാണ്. ഇനി ആരുടെയും സഹായം വേണം, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് ബബിത അങ്ങ് പോവുകയാണ്.
അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും ലോഹിയും ഹരിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ഗംഗാധരൻ ശിവനോടും രാജീവായിട്ട് പറയാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ നീതി ലഭിക്കേണ്ടത് ബാലേന്ദ്രനും അലീനയ്ക്കാണ്. ഇവരെയൊക്കെ വെറുതെ ഇരുന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ബബിതയ്ക്ക് രോഹിത്തിനോടൊന്നും ആർക്കോടും ആത്മാർത്ഥതയും സ്നേഹവും ഇല്ല. ഫോണും കുത്തി എവിടെയെങ്കിലും അങ്ങ് നിന്നാൽ മതി, അല്ലാതെ ആരോടും ഒരു സ്നേഹമോ ഒന്നുമില്ല. വായിച്ച് എത്ര ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മക്കളായ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്നേഹമോ അവിടെ പോയി 2 ദിവസം നിൽക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് ശിവൻ പറയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ആ സ്ഥാനത്താണ് അലീനയ്ക്ക് അവിടെ പോയി നിന്ന് അവളെ ശുശ്രൂഷിക്കാൻ തോന്നിയത്. അത് നമ്മൾ കാണാതിരിക്കല്ലേ എന്ന് പറയാണ്. ബബിതയെയും രോഹിത്തിനെ അവിടെ നിന്ന് ശിവൻ അടിച്ചിറക്കിയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.